എല്ലാവർക്കും നമസ്കാരം. 2026 തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന തൃശ്ശൂർ പൂരം എക്സിബിഷന്റെ കമ്മിറ്റിയാണ് ഈ ഇരിക്കുന്നവര്. അതില് ഇത് പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം ട്രഷറർ ശ്രീ അരുൺ, ഈ ഇരിക്കുന്നത് ശ്രീവത്സൻ കുറുപ്പാട് വൈസ് പ്രസിഡന്റ്, അരവിന്ദാക്ഷൻ വൈസ് പ്രസിഡന്റ്, പിന്നെ ജോയിന്റ് സെക്രട്ടറി ഒരാളുണ്ട്, പുള്ളി സാഹചര്യങ്ങളെ കൊണ്ട് ആൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല. 63ാമത്തെ തൃശ്ശൂർ പൂരം എക്സിബിഷനാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇത്രയും കാലം ഓരോ കൊല്ലവും അതിന്റെ പുതിയ പുതിയ മാനങ്ങളിലേക്ക് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഇത്രത്തോളം എത്തി നിൽക്കുന്നു. അതില് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ് നടത്തുന്നത്. മറ്റേ കോർപ്പറേഷനും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും അവരാൽ കഴിയാവുന്ന രീതിയിൽ എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് നൽകി വരുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2-3 വർഷങ്ങളായിട്ട് വാടക ഇനത്തിൽ ഇൻക്രീസുകളൊന്നും വരാതെ തന്നെ അതൊരു ചർച്ചയിൽ കൂടി പരിഹരിക്കപ്പെട്ട്, കേസ് ഹൈക്കോടതിയിലുണ്ട്, എന്നാലും ചർച്ചയിൽ കൂടി പരിഹരിക്കപ്പെട്ട് അത് മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകുന്നു. പിന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നേരിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇതില് നടത്തിക്കൊണ്ടുപോകുന്നത്. അത് ഓരോ കൊല്ലവും മികച്ചതാകുന്നതിൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സമൂഹത്തിലെ ഒരുവിധം പ്രശസ്തരായ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രദർശനത്തിന് വേണ്ടി ആ സ്ഥലം നമുക്ക് വാടകയ്ക്ക് തരികയാണ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു വാടക നിശ്ചയിച്ച് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട്. പിന്നെ പൂരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂരത്തിന് പൗലിയനുകള്, പോലീസിന് വേണ്ട സഹായങ്ങൾ, അതായത് ഭക്ഷണം, അവരുടെ ടെന്റുകള്, അതുപോലെ ബാരിക്കേഡുകള്, സകല സംഭവങ്ങളും തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ നിന്നും നേരിട്ടാണ് നടത്തി കൊണ്ടുപോകുന്നത്. കൂടാതെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങള് അവർക്ക് നമ്മൾ 3 ലക്ഷം രൂപ വീതം പൈസയും, കൂടാതെ ആവശ്യമായ ആനക്കോപ്പുകൾ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, ഇതെല്ലാ സംഭവങ്ങളും നമ്മൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്നും അതായത് ഇതിന്റെ കമ്മിറ്റിയിൽ നിന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കലാണ് പതിവ്. അത് കൊല്ലവും നമ്മൾ തുടങ്ങി കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഈ പൂരം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായി വരുന്ന 2.5 കോടി രൂപയിലധികം സംഖ്യ മുഴുവനായും തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ നിന്നും മാത്രമാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറരുത്. ഇപ്രാവശ്യം 180ഓളം പവലിയനുകളും 180ഓളം സ്റ്റാളുകളും 80ഓളം പവലിയനുകളുമാണ് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. പവലിയനുകളിൽ ഒരുവിധം സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കോർപ്പറേഷൻ, മറ്റു സ്ഥാപനങ്ങൾ, ISRO, അങ്ങനത്തെ എല്ലാവിധ സ്റ്റാളുകളും നമ്മൾ അവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്യൂസ്മെന്റ് പാർക്കിൽ കുട്ടികൾക്കായിട്ട് പുതിയ റൈഡുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ്. കൂടാതെ സ്റ്റാളുകളൊക്കെ കുറച്ചും കൂടി അവർക്ക് നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്
പ്രദർശനം കാണാൻ വരുന്ന ഓരോരുത്തർക്കും അതിന് വേണ്ട സൗകര്യങ്ങൾ, അതായത് തിരക്ക് പരമാവധി കുറവ് ഫീൽ ചെയ്ത് പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കാൻ പാകത്തിൽ ഉള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു പവലിയൻ തന്നെ നമ്മൾ ചെറുതായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കലാപരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ടിക്കറ്റ് കൊടുക്കുന്ന ഒരുവിധം എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അവിടെ നമ്മുടെ സ്റ്റേറ്റ് ഓഡിറ്റോറിയം അവിടെ അരങ്ങേറുന്നതായിരിക്കും. അതിൽ ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് രസിക്കാനായിട്ട് എത്തിച്ചേരാറുണ്ട്. പിന്നെ ടിക്കറ്റിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 50 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. എങ്കിലും നമ്മൾക്ക് ഏകദേശം ഒരു 10 രൂപയോളം ചെലവാണ് അതിൽ. കാരണം GST ഉണ്ട്. പണ്ട് GST ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ GST നമ്മളെ നിന്ന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെലവ് നമുക്ക് അഡീഷണൽ വരുന്നത് കൊണ്ട് 50 രൂപ മേടിക്കുന്നത് മുഴുവനായിട്ടും നമുക്ക് കിട്ടുകയില്ല. പൂരം 3 ദിവസം 60 രൂപ വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം 50 രൂപയാണ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രവേശനം സാധാരണ ദിവസങ്ങളിൽ കാലത്ത് ഒരു 10 മണി തൊട്ട് വൈകിട്ട് 10 എന്ന് പറയുമ്പോൾ ഒരു 8 മണിയോട് കൂടിയിട്ട് 8:30 കൂടിയിട്ട് ടിക്കറ്റ് നമ്മൾ നിർത്തും. എന്നാലാണ് അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർക്ക് മൊത്തമായിട്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള സൗകര്യം ലഭിക്കുകയുള്ളൂ. പൂരം പ്രദർശനവും വിജയിക്കണമെങ്കിൽ പൂരം പ്രദർശനം വളരെ നല്ല രീതിയിൽ വിജയിക്കണം. അതല്ലെങ്കിൽ പൂരം നാമമാത്രമായിട്ട് ചുരുങ്ങേണ്ടി വരും. നമ്മൾ ഇത് ജാതി മതഭേദമന്യേ എല്ലാവരും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനമാണ് തൃശ്ശൂർ പൂരം. അതിന് മുഖ്യ സാമ്പത്തിക സ്രോതസ്സായ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എല്ലാവരും, നിങ്ങളും നമ്മളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിജയിപ്പിച്ചെടുത്ത് ഈ കൊല്ലത്തെ പൂരം അതിഗംഭീരമായിട്ട് നടത്തുവാനായിട്ട് എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ശരിക്കും വാടക നിലവിൽ നിൽക്കുന്നത് ഏകദേശം 50 ലക്ഷം രൂപയോളമാണ്. അത് കോടതിയിൽ ദേവസ്വം ബോർഡ് കുറച്ച് പൈസ കൂടുതൽ ചോദിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് വരെ ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സർക്കാർ തലത്തിലുള്ള ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ആ വാടക നമ്മൾ അടച്ചു പോകുന്നു, അതിൽ പെൻഡിങ്ങൊന്നും വരുത്തുന്നില്ല. ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും ഇൻക്രീസ് കൊടുക്കേണ്ടി വന്നാൽ അത് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇപ്പൊ തന്നെ വരവ് ചെലവുകൾ ഇത്രയായിട്ടാണ് നമുക്ക് പൂരം കൊണ്ട് പോകുന്നത്. ഇനിയിപ്പോ ഭാവിയിലായിരുന്നു നമുക്കറിയില്ല. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡായിട്ട് ഇപ്പോൾ പുതിയ ഭരണസമിതിയുമായിട്ട് നല്ലൊരു സഹകരിച്ചാണല്ലോ പോകുന്നത്. അപ്പൊ ഈ കേസുകളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനും അതിനുള്ള നീക്കം ദേവസ്വങ്ങൾക്ക് നടത്തിക്കൂടെ? ദേവസ്വം അതിന് വളരെയധികം ദേവസ്വം ഭാരവാഹികൾ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ വളരെയധികം നിർലോഭം സഹായ സഹകരണങ്ങൾ നൽകി വരുന്ന ഒരു കമ്മിറ്റിയാണ്. അവരും ഇതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ഇത് കോടതിയിലായതുകൊണ്ട് ഇനി കോടതി പരിഗണിക്കുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എല്ലാവരും ആരും സഹകരിക്കാത്തതില്ല. അത് വളരെയധികം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് 2 കമ്മിറ്റികളും അതിന് കൊച്ചിൻ ദേവസ്വം ബോർഡും കൂടിയിട്ട് അതിനു വേണ്ടി നമ്മൾ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് നടക്കും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രതീക്ഷ. അത് നടക്കട്ടെ. അപ്പോ
ഇത് ഹൈക്കോടതിയിലെത്തുമ്പോ ഇത് സ്വമേധയാ ചാർജ് ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഹൈക്കോടതി. അപ്പൊ ഞങ്ങളിപ്പോ കൊച്ചിൻ ദേവസ്വം ബോർഡിനോ ഇടപെട്ട് അത് പിൻവലിക്കാൻ കഴിയില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരണം. നിർഭാഗ്യവശാൽ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും കേസെടുക്കും, 2 മാസം 3 മാസം 4 മാസം എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ അതായത് നാളെ ഇത് നമ്മൾക്ക് സഹായപരമായിട്ട് നിൽക്കാത്ത ഒരു കമ്മിറ്റി വരികയാണെങ്കിൽ പോലും നമ്മൾക്കൊരു ഡിഫെൻഡ് ചെയ്യണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനു വേണ്ടി ചെയ്തു തന്നെയാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് വക്കീലും കാര്യങ്ങളും എല്ലാം തയ്യാറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലെ കേസിന്റെയും ഒക്കെ കാര്യങ്ങൾ അറിയാലോ. തുടങ്ങി വെച്ചാൽ അത് അവസാനിക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ മറ്റു പല സംഘടനകളും ഇത്തരത്തിലുള്ള ഒരേപോലത്തെ കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോ പെട്ടെന്നൊരു കേസ് മാത്രം എടുത്തിട്ട് അതിൽ ഇത് സെറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും പരിമിതികളും കോടതിക്ക് ഉണ്ട്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് എല്ലാം. ഒരു കാരണവശാലും വെറുതെ തരാൻ പറ്റില്ല. 50 ലക്ഷം രൂപ ഓൾറെഡി ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നാളെ അത് വേണ്ട എന്ന് പറയില്ലേ അവര്. മാത്രമല്ല ഇത് വെറും 50-60 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു സംഖ്യയല്ലേ. അപ്പൊ അത് അവരെന്തായാലും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആര് ഭരിച്ചാലും അത് വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യത കുറവാണ്. ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിനുള്ള തറവാടക ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കണം, ഞങ്ങൾ അധികാരത്തിൽ ഞങ്ങൾ ചെയ്യുന്നു പറയലിപ്പോ ഇവര് മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ നിലവിലുള്ള കമ്മിറ്റി വന്നാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സംഭവം നമ്മള് തീരില്ല. അത് കോടതി അതെ അതെ, അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അത് അങ്ങനെ ഒരു പ്രസിഡന്റിനോ ഒരു സെക്രട്ടറിക്കോ കയറി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലല്ല കേസ്. ഒരുപാട് ഇതിന്റെ മറലകൾ ഒരുപാട് പുറകിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. എന്നാലും മുഖ്യമന്ത്രിയായിട്ടും ഇപ്പൊ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ വേണ്ട കാര്യങ്ങള് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സമവായത്തോടു കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. CM പങ്കെടുത്തില്ല. CM-ന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ മറ്റേ ഘടകപൂരങ്ങൾക്കുള്ള 3 ലക്ഷം അവർക്കുള്ള സമയം അതിന് പുറമെ മൊത്തം 3 ലക്ഷം അല്ലല്ല 3 ലക്ഷം രൂപ ക്യാഷും പിന്നെ ആനകള് ഓരോ അത് പല രീതിയിലാണ് വരുന്നത്. ഇപ്പൊ ചില അമ്പലങ്ങൾക്ക് അതെ അതില് പല 3 ലക്ഷം ചമയങ്ങള് പിന്നെ ആനകള് വ്യത്യാസം ഉണ്ട് എണ്ണത്തില്. അപ്പൊ അവർക്ക് കാൽക്കുലേഷൻ വരുന്നത് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാം നമ്മൾ തന്നെ സ്പോൺസർ ചെയ്യും. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അവർക്ക് റോള് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവര് തന്നെ കണ്ടെത്തി നടത്തേണ്ട ചില എഴുന്നള്ളിപ്പുകളാണ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ എക്സിബിഷന് അത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് തർക്കമില്ലെങ്കിൽ അവര് കണ്ടെത്തേണ്ടി വരും. അതെ, ഇപ്പോഴത്തെ കണ്ടീഷനില് എക്സിബിഷൻ കമ്മിറ്റി തന്നെയാണ് നടത്തുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ അത് കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അവര് തന്നെ എഴുന്നള്ളിപ്പ് വേണമെന്ന് തീരുമാനിക്കണം. അവര് തന്നെ ഏത് രീതിയിൽ കൊണ്ടു നടക്കണം. ആർക്ക്? ദേവസ്വങ്ങൾക്ക് മറ്റു ദേവസ്വങ്ങൾക്കും കുറെ പൈസ നിങ്ങൾ സഹായിക്കുന്നുണ്ട് ബന്ധപ്പെട്ട്. മനസ്സിലായി.
ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സുരേഷ് ഗോപിയും ജയരാജൻ മന്ത്രി ഒരുമിച്ചാണ് കാണുന്നത്. ഒരുമിച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോ ഈ നിമിഷം വരെ അങ്ങനെയാണ്. ഇപ്പോ പിന്നെ എത്ര പേര് വരുന്ന പ്രതീക്ഷിക്കുന്നത് മൊത്തം എന്തിന് എക്സിബിഷൻ നമ്മൾ ഏകദേശം ടിക്കറ്റ് എടുത്തിട്ട് ഒരു 5.5 ലക്ഷം ആൾക്കാരോളം വരും. 5.5 അടുത്ത് വരും. പിന്നെ നമ്മള് കുറെ പാസും അതുപോലെ വേണ്ടപ്പെട്ട കുറെ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെയും വരും. ഒരു 6.5-7 ലക്ഷം ആൾക്കാര് കാണാൻ സാധ്യതയുണ്ട്. സമയം പറഞ്ഞില്ലേ 10 മണി തൊട്ട് 10 മണി വരെ നിൽക്കാൻ പറ്റുമോ? 10 മണിക്ക് ക്ലോസ് ചെയ്യും. അത് അപ്പൊ നേരത്തെ ടിക്കറ്റ് ക്ലോസ് ചെയ്യണ്ടേ? 10 മണിയൊക്കെ ആവും. അവിടുന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 9:30 കഴിയും. 8 മണി വരെയാണ് പ്രവേശനം. 2 മണിക്കൂർ കാണാനുണ്ടാവില്ലേ? 2 മണിക്കൂറിലധികം കാണാനുണ്ടാവും. ഈ ഹോളിഡേയ്സില് നല്ല ക്രൗഡ് വരുന്ന ടൈമില് മാനേജ്മെന്റ് കുറച്ചുകൂടി നന്നാക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഞങ്ങൾ പരമാവധി ഞങ്ങളാൽ കഴിയാവുന്നതെല്ലാം ചെയ്യാറുണ്ട് സാധാരണ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പൂരപ്പറമ്പിലേക്ക് കയറുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ജില്ലാ ഭരണകൂടം അതിലിടപെടുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്കപ്പോ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റി ചില ദിവസങ്ങളിൽ എന്ന് വരില്ല. ചിലപ്പോ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ തിരക്കിനനുസരിച്ച് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. അവിടെയുള്ള സ്ഥലത്തല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ പല സ്ഥലങ്ങളിൽ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. ആയിരുന്നു, പക്ഷെ അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നില്ല. ഈ പ്രാവശ്യം നമ്മളത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 സെക്കൻഡിനുള്ളിൽ പുറത്തേക്ക് എത്താം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. 22-ാം തീയതി മുതൽ ആൾക്കാർക്ക് കയറാം. പക്ഷെ നമ്മൾ ടിക്കറ്റ് ചെയ്യില്ല. ടിക്കറ്റിംഗ് നമ്മൾ ഏകദേശം ഒരു 50% സ്റ്റാളുകൾ വന്നതിന് ശേഷമാണ് പൈസ മേടിക്കുള്ളൂ. അതല്ലെങ്കിൽ ശരിയല്ലല്ലോ. നമ്മള് ഒന്നും 5-ാം തീയതി ആവും. അതിപ്പോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നത്തേക്ക്. ഇപ്പൊ പല എക്സിബിഷനുകളും നടത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അത് കഴിയുന്നതനുസരിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മള് മെയ് 25, 26 ഒക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മെയ് 22-ന് അവസാനിക്കും. ചിലപ്പോ ഭയങ്കര മഴ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, ആൾക്കാർക്ക് കച്ചവടമൊക്കെ ഒത്തിരി കുറവൊക്കെ ആണെങ്കിൽ ദേവസ്വം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തത് വേണ്ട പോലെ ചെയ്യും. പിന്നെ ഇതിലൊക്കെ പുറമെ ഈ എക്സിബിഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കൊല്ലം മാറി വരുന്ന കമ്മിറ്റിയാണ്. തൃശ്ശൂർ പൂരം കമ്മിറ്റി, അതായത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത്. ഒരു കാരണവശാലും അവരെ നമുക്ക് അറിയാതെ ഒന്നും ചെയ്യാറില്ല. അതാണ് അതിന്റെ സത്യം. അപ്പോ അവരും നമുക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കുകയാണെങ്കിലും നമ്മൾ അവരായിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതിനു വേണ്ടി കമ്മിറ്റിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഞായറാഴ്ച ജനറൽ ബോഡി ഉണ്ട്. അതിലെല്ലാവർക്കും അഭിപ്രായം പറയാം. അതിപ്പോ ഈ ഇരിക്കുന്ന 5 പേര് മാത്രമൊന്നുമല്ല അതിന്റെ നിയന്ത്രണം. പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പരമാവധി എഴുതി മാക്സിമം ക്രൗഡ് ഉണ്ടാക്കി തന്ന് എക്സിബിഷൻ വിജയിപ്പിക്കണം. അത് നിങ്ങളുടെ കൈകളിലാണ്. 63-ാമത്തെ കൊല്ലാണ് നടക്കാൻ പോകുന്നത്. അത് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്, കൊച്ചുമോൻ എന്ന് പറഞ്ഞിട്ട് ആളുടെ മകനെ ഉണ്ടാക്കിയില്ല, അവരാണ് ചെയ്യുന്നത്.